കള്ളു കുടിച്ച് മുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി വള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പവരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ ആടിയാടിയപ്പവരും നിന്റെ അമ്മാവന്മാരു പൊന്നേ ആ കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നെന്ന് കേട്ടിട്ടില്ലേ? എന്റെ കാര്യം അങ്ങനെ പാട്ടുപാടി രോഗം മാറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാട്ടുപാടി ജന്മി വരും. ഇപ്പോഴത്തെ പാട്ട് കേട്ട ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ജന്മി വരും. ക്യാപ്റ്റനിന് ഇവനിവിടെ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം, അതിനുശേഷം പോകാൻ പറഞ്ഞാൽ പോകും. ഒരു ജോലി തേടി പിടിക്കണം. നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട. പഠിച്ച പണിയും അറിയാവുന്ന വേലകളുമായി കളത്തിലിറങ്ങണം. ഈ വരവിൽ ഇനി തോൽക്കാനൊക്കില്ല. ഒരു മാസം കഴിയുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അത് ഒപ്പിട്ട് വാങ്ങി രണ്ടു കൂടെ മൂത്ത കള്ളുമൊക്കെ കുടിച്ച് കൊയ്ത്തുപാട്ടും പാടി വെളിയനാട്ട പാടവരമ്പിലൂടെ എൻ്റെ അച്ഛൻ എന്നെ എഞ്ചിനീയറിംഗിന് വിട്ടപ്പോൾ തടസ്സം പറഞ്ഞവരെ മുഴുവൻ പള്ളു പറഞ്ഞു നടക്കണം. അതെന്റെ ഒരു സ്വപ്നമാ. ഇവന്റെ സ്വപ്നം കേട്ടിട്ടിരുന്നാ മതിയോ? വല്ലതും ഉണ്ടാക്കുന്നു. ഇന്ന് സൺഡേയാ. ഒരു കാര്യം ചെയ്യ്, നീ ചോറുണ്ടാക്കി. ഞാൻ പോയി ഇത്തിരി പോത്ത് വാങ്ങിച്ചോട്ട് വരാം. ഓക്കെ, നീ വരുന്നോടാ. തോമാച്ചൻ ബീഫിന്റെ ആള് തന്നെ. മാപ്പിളയല്ലേ, കാളയിറച്ചിയുടെ പുറത്ത് കമിഴ്ന്ന് വീഴും. സച്ചിദാനന്ദ, നിന്നെ ആരെങ്കിലും എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാണോടാ? നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഈശ്വരന്റെ ദയ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രോബ്ലം, നീ എന്നെ ഒന്ന് സഹായിക്കും. എങ്ങനെ? കുറച്ച് രൂപ തന്ന് ഈ നാട് വിട്ട് കേരളം വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാനാടാ. എടാ നീ വെറുതെ മണ്ടത്തരൊക്കെ വിട്. നമുക്കിവിടെ എന്തെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ? മനുഷ്യൻ എത്രയൊക്കെ ഓടിയാലും ഓടി ഓടി അവന്റെ വിധിയിലേക്ക് തന്നെ എത്തും. തോമാച്ചനിപ്പോ പോത്തുമായിട്ട് വരും. അപ്പോഴേക്കും ചോറുണ്ടാക്കിയില്ലെങ്കിൽ അവന്റെ വായിലേക്ക് ഞാൻ കേൾക്കണം. ഞാനേ അടുക്കളയിലേക്കല്ല. അല്ല, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണ്. സത്യമായുമല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി വന്നതാ, ജീവിതം തേടി വന്നതാ. ഇവിടെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. 6 മാസം മെന്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഡിപ്രഷൻ, അകാരണമായ ഭയം, ചികിത്സിക്കുന്ന ഡോക്ടറോട് പോലും പറയാത്ത ചില രഹസ്യങ്ങൾ മനസ്സിൽ. സാവകാശ റിലീഫായി ഞാൻ
സാധാരണ ജീവിതത്തിലേക്ക്. ഇപ്പൊ മാന്യമായ ജോലി, പാടാനുള്ള കഴിവും ആഗ്രഹവും ഒക്കെ കുഴിച്ചു മൂടി. അച്ഛനോട് ഞാൻ പറഞ്ഞു, നിന്നെ വിടരുതെന്ന്. നീ പാവമാണെന്നും പറഞ്ഞു. സത്യമായി? നീ ഒരു കൊലപാതകയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പേരിലെ ശാന്തത എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിന്റെ ദുരന്തകഥ പറഞ്ഞാൽ അതൊരു ക്ലീശ പോലെ തോന്നും. ഉപദ്രവിക്കരുത്. ഒരു ഉറപ്പ് തരാം, ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കാണാത്ത രീതിയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്നെ സ്വീകരിക്കുന്നത് പോലീസ് ആയിരിക്കും. ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു സന്നിപാത ജ്വരം പോലെ കടന്നു വന്നവനാണ്. ഇനി വിടില്ല. മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൗനം വാചാലമായി പോയാൽ ആരുടെ ജീവിതമാ തകരുന്നത്? ഈശ്വരൻ കൂട്ടിക്കൊണ്ടു വന്നതാ ചങ്ങാതി നിന്നെ ഇവിടേക്ക്.